IPL ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ കിരീടമുള്ള ടീമുകളിൽ ഒന്നാണ് മുംബൈ ഇന്ത്യൻസ്. MS ധോണിയുടെ ചെന്നൈ സൂപ്പർ കിങ്സിനൊപ്പം 5 കിരീടങ്ങളാണ് മുംബൈ 18 സീസണുകളിലായി നേടിയിട്ടുള്ളത്. ഇതിൽ അവസാനമായി മുംബൈ കിരീടം നേടിയത് എന്നാണെന്ന് അറിയാമോ? 2020 ഡൽഹി ക്യാപിറ്റൽസിനെ 5 വിക്കറ്റിന് തോൽപ്പിച്ചായിരുന്നു ആ കിരീടധാരണം. 2019 ചിരവൈരികളായ ചെന്നൈ സൂപ്പർ കിങ്സിനെ വെറും 1 റൺസിന് തോൽപ്പിച്ച് കിരീടം നേടിയതിന്റെ തുടർച്ച കൂടിയായിരുന്നു അത്. അതിനുശേഷം 5 വർഷം പിന്നീട് ഒരിക്കലും ആ കിരീടത്തിൽ മുത്തമിടാൻ മുംബൈക്കായിട്ടില്ല. അതിനുശേഷം ചെന്നൈ 2 കിരീടം കൂടി നേടി ഒപ്പമെത്തി. അതിന് കാരണവുമുണ്ട്. 2019, 2020 പോലെ ഒരു സ്ക്വാഡിനെ പിന്നീട് ഒരിക്കലും മുംബൈക്ക് കിട്ടിയിട്ടില്ല. IPL ചരിത്രത്തിലെ മുംബൈയുടെ ഏറ്റവും മികച്ച നിരയായിരുന്നു അത്. 2026 മുംബൈ കളത്തിലേക്ക് ഇറക്കുന്ന സ്ക്വാഡ് കണ്ട് എതിരാളികൾക്ക് ആ 2 സീസൺ ഓർമ്മ വന്നാൽ തെറ്റു പറയാനാകില്ല. 2019, 2020 എഡിഷനുകളിൽ മുംബൈയുടെ ഭാഗമായിരുന്ന 8 താരങ്ങളാണ് 2026 25 അംഗ സ്ക്വാഡിലുള്ളത്. ക്വിന്റൺ ഡി കോക്ക്, രോഹിത് ശർമ്മ, സൂര്യകുമാർ യാദവ്, ഹർദിക് പാണ്ഡ്യ, ഷെർഫെയിൻ റുദർഫോർഡ്, ട്രെന്റ് ബോൾട്ട്, ജസ്പ്രീത് ബുംറ. ലേലത്തിന് അരങ്ങുണരാൻ ദിവസങ്ങൾക്ക് മുൻപാണ് വിരമിക്കലിൽ നിന്ന് മടങ്ങിയെത്തിയ ദക്ഷിണാഫ്രിക്കൻ ഓപ്പണർ ക്വിന്റൺ ഡി കോക്കിനോട് ലേലത്തിൽ രജിസ്റ്റർ ചെയ്യാൻ മുംബൈ ഇന്ത്യൻസ് ആവശ്യപ്പെടുന്നത്. പേഴ്സിൽ വെറും 2 കോടി ഉണ്ടായിരുന്ന മുംബൈ ഡി കോക്കിനെ 1 കോടി രൂപ കൊടുത്ത് സ്വന്തമാക്കുകയും ചെയ്തു. വിരമിക്കലിന് ശേഷം അന്താരാഷ്ട്ര ക്രിക്കറ്റിലേക്ക് മടങ്ങിയെത്തിയ ഡി കോക്ക് ഏകദിനത്തിൽ 6 കളികളിൽ നിന്ന് 2 വീതം സെഞ്ചുറിയും അർദ്ധ സെഞ്ചുറിയും നേടിയിട്ടുണ്ട്. 2020 കഴിഞ്ഞ മത്സരത്തിൽ ഇന്ത്യക്കെതിരെ പ്രോട്ടീസിന്റെ വിജയശില്പി തന്നെ കോക്ക് ആയിരുന്നു. ഇന്ത്യയുടെ ദേശീയ ടീമിന്റെ അടിത്തറ തന്നെ മുംബൈയിലാണ്. രോഹിത് ശർമ്മ, തിലക് വർമ്മ, സൂര്യകുമാർ യാദവ്, ഹർദിക് പാണ്ഡ്യ, ജസ്പ്രീത് ബുംറ. ഈ വലിയ പേരുകൾ 11-ൽ ഉണ്ടാകുമെന്ന് ഉറപ്പാണ്. ബുംറയ്ക്കൊപ്പം പേസ് നിരയെ നയിക്കാൻ ട്രെന്റ് ബോൾട്ടും ഫിക്സ് ആണ്. ഈ 6 സ്ലോട്ടുകൾ മാറി മറിയാൻ പരിക്കിനപ്പുറം മറ്റ് സാധ്യതകളില്ല. ഓപ്പണിംഗിൽ രോഹിത്തിനൊപ്പം റിയാൻ റിക്കൽട്ടനോ ഡീകോക്കോ ആയിരിക്കും ഇന്നിംഗ്സ് ഓപ്പൺ ചെയ്യുക. കഴിഞ്ഞ വർഷം കന്നി IPL കളിച്ച റിക്കൽട്ടന് 14 കളികളിൽ നിന്ന് 150 സ്ട്രൈക്ക് റേറ്റിൽ 388 റൺസ് നേടാൻ കഴിഞ്ഞു. IPL-ൽ 100-ലേറെ മത്സരങ്ങളുടെ പരിചയമുള്ള ഡീകോക്കും സമാന ശൈലിയിലാണ് കളിക്കുക. ഫോം ആയിരിക്കും ഇവരിൽ ആര് എന്ന് തീരുമാനിക്കുക. ഇതോടെ 7 പേരുടെ കാര്യത്തിൽ തീരുമാനമായി. ഇമ്പാക്ട് പ്ലെയർ ഉൾപ്പെടെ ഇനി 5 സ്ഥാനങ്ങളാണുള്ളത്. 2 വിദേശ താരങ്ങൾക്കും 3 ഇന്ത്യൻ താരങ്ങൾക്കുമാകും അവസരം. മറ്റ് ടീമുകൾക്കില്ലാത്ത സ്ക്വാഡ് ഡെപ്ത് ഇവിടെ മുംബൈക്ക് ഒരുപോലെ ആനുകൂല്യവും ആശയക്കുഴപ്പവുമാകും. 2 വിദേശ താരങ്ങളുടെ സ്ലോട്ടിലേക്ക് മിച്ചൽ സ്റ്റാർനർ, കോർബിൻ ബോഷ്, ഷെർഫെയിൻ റുദർഫോർഡ് എന്നിങ്ങനെ 3 ഓപ്ഷനുകളുണ്ട്. പിച്ചിനനുസരിച്ച്, സാഹചര്യങ്ങൾക്കനുസരിച്ച് ബോഷിനെയും സാന്റ്നറിനെയും ഉപയോഗിക്കാൻ കഴിയും. പേസ് പിച്ചിൽ ബോഷ് ഇറങ്ങുമ്പോൾ തിരിയുന്ന പിച്ചിൽ സാന്റ്നറിന് മുൻഗണന ലഭിക്കും. ബുംറ, ബോൾട്ട് എന്നിവർക്ക് പുറമെ 3ാം പേസറായി അശ്വിനി കുമാർ, ഷർദുൽ താക്കൂർ, ദീപക് ചഹർ എന്നിങ്ങനെ ഓപ്ഷനുകളുണ്ട്. സ്പിൻ നിരയിലേക്ക് സാന്റ്നറിന് പുറമെ മാർക്കണ്ടേയും അഫ്ഗാൻ താരം ഗസൽഫാറും. ദീപകിനും ഷർദൂലിനും സാന്റ്നറിനും ബാറ്റ് ചെയ്യാൻ കഴിയുമെന്നത് ഡെപ്ത് ഒന്നുകൂടി വർദ്ധിപ്പിക്കുന്ന ഘടകമാണ്. എന്നാൽ ഇത്രയും ശക്തമായ ബെഞ്ചിലേക്ക് ഇനി ഒരാൾ കൂടിയുണ്ട്. വിൽ ജാക്സ് എന്ന ഇംഗ്ലണ്ട് ഓൾറൗണ്ടർ. കഴിഞ്ഞ സീസണിൽ മുംബൈക്കായി 233 റൺസും 6 വിക്കറ്റും ജാക്സ് നേടിയിരുന്നു. എന്നാൽ ജാക്സിന് ഇക്കുറി അന്തിമ 11-ൽ ഇടമുണ്ടാകുമോ എന്ന് കാത്തിരുന്നു കാണേണ്ടി വരും. ഏതായാലും ഒരു പ്രോപ്പർ 11-ലേക്ക് മുംബൈ എത്താൻ പതിവ് പോലെ കുറച്ച് മത്സരങ്ങൾ എടുത്തേക്കാം. പക്ഷേ പരീക്ഷണമായി ടീമിലെത്തുന്നവർ പോലും വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ കരുത്തുള്ളവരാണ്. അങ്ങനെയെങ്കിൽ ഈ സ്ക്വാഡ് ഡെപ്ത് മുംബൈക്ക് ഒരു സുഖമുള്ള തലവേദനയാകും.